ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് റോഷ്ന. ഇന്നത്തെ ഈ ഒരു റെസിപ്പിയും യൂട്യൂബിൽ ആരും തന്നെ ഇതുവരെ ഈ ഒരു ഡേറ്റ് വരെ ഷെയർ ചെയ്യാത്ത ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമ്മുടെ റെസിപ്പി ഉണക്ക നെത്തോലി കൊടംപുളി ചമ്മന്തിയാണ്. അപ്പം നമ്മൾ ഒരു പാൻ എടുത്ത് വയ്ക്കുക. പാൻ ചൂടായതിന് ശേഷം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എത്രയാണോ ചമ്മന്തി ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച്. പിന്നെ 5-6 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കുഞ്ഞു പീസ് ഇഞ്ചിയും പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മുടെ കൊടംപുളി. ഈ കൊടംപുളി വന്നിട്ട് ഭയങ്കര പഴുത്തതുമല്ല, ഭയങ്കര എന്താ പറയുക പച്ചയായിട്ടുള്ളതും അല്ല, അങ്ങനത്തെ ഒരു പരുവത്തിലുള്ളതാണ് കേട്ടോ. ഈ കൊടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ 10 മിനിറ്റ് ഇട്ടതിന് ശേഷമാണ് ഇതിലേക്ക് ഇട്ടത് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ജീരകം ഇടണം. പിന്നെ കുറച്ച് സാധാരണ മുളക് പൊടി. നിങ്ങൾക്ക് കുറച്ചുകൂടെ കളറ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ ചമ്മന്തിയിലൊക്കെ പുളിയും അല്ലെങ്കിൽ പച്ചമാങ്ങ ഒക്കെ ഇടുമല്ലോ, അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ കുടംപുളി ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് പുളിയുടെ ഒന്നും ആവശ്യമില്ല. കുറച്ചൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് സോട്ട് ചെയ്യുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിലോട്ട് മാറ്റാം. ഉണക്ക നെത്തോലി കൊടംപുളി അച്ചാറിൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലെങ്കിൽ ഓടിപ്പോയി കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇടാം. നമ്മുടെ വറുത്ത ഉണക്ക നെത്തോലി. ഇത് കുറച്ച് എന്താ പറയുക, നമ്മൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് കറിവേപ്പിലയും. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് പേസ്റ്റ് പോലെയൊന്നും അരയണ്ട കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതുപോലെ അരഞ്ഞ് കിട്ടിയാൽ മതി, ഒരുപാട് പേസ്റ്റ് ആവണ്ട. അപ്പോൾ എല്ലാവരും ഉണക്കമീൻ കിട്ടുമ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.